അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വർത്താനം മക്കളെ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് ഞാൻ കരുതുകയാണ്. അൽഹംദുലില്ലാ, നമുക്കും മക്കൾക്കൊക്കെ സുഖമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്നലെ രാത്രിക്കത്തെയും വിശേഷങ്ങളും പിന്നെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അജ്മോന് രാത്രി പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ മീനും കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പൊരിച്ചു കൊടുത്ത് പിന്നെ അവർക്ക് ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വെയിറ്റ് ചെയ്തും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കുകയാണ്. പിന്നെ അജ്മോന് ഇങ്ങനെ ഇരിക്കണം കേട്ടോ, ചോറ് തിന്നാനേ. ഇങ്ങനെ ഇരിക്കണതാണ് അവനക്ക് ഇഷ്ടം. അവന് കസാലയിൽ ഒന്നും ഇരിക്കില്ല. അവനിങ്ങനെ തിണ്ടത്ത് കയറി ഇരിക്കുക അല്ലെങ്കിൽ ടേബിളും എങ്ങനെ ഇരിക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യുക കേട്ടോ. കസാല വരുന്ന അവനക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ ചെറുപ്പം മുതലുള്ള ശീലമാണ്. തറവാട്ടിൽ മഞ്ചമ്മ എങ്ങനെ ഇരുന്നിട്ടേ അങ്ങനെ ശീലമായതാണ്. ഇപ്പോഴും അവനക്ക് ആ ഇരുത്തം തന്നെയാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ മക്കൾക്കൊക്കെ ചോറൊക്കെ കൊടുത്തിട്ടേ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തേക്കാണ്. അപ്പോൾ ഇതുണ്ട്, ഇന്ദുപ്പാണ് കേട്ടോ. ഞങ്ങളിവിടെ ഇന്ദുപ്പാണ് ഉപയോഗിച്ചൽ പൊടിപ്പിന് പകരം. പിന്നെ കല്ലുപ്പ് ഉപയോഗിക്കും. നമ്മൾ പാക്കറ്റ് വാങ്ങണ പൊടിപ്പുണ്ടല്ലോ, ഭയങ്കര വിഷമാണ് ഇത്ര അത്. അപ്പോൾ അതിപ്പോൾ കുറേ കാലമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കില്ല കേട്ടോ. കല്ലുപ്പ് ഉപയോഗിച്ചും പിന്നെ ചിലതിനൊക്കെ ഈ പൊടി തന്നെ വേണമല്ലോ. നമ്മളിപ്പോൾ മീനൊക്കെ മസാല ആക്കുക, ചിക്കൻ മസാല ആക്കുക, അങ്ങനെയൊക്കെ ആക്കുമ്പോൾ പൊടിപ്പ് തന്നെ വേണമല്ലോ. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഇന്ദുപ്പ് അങ്ങനെ വാങ്ങിയേക്കണത് കേട്ടോ. ഇന്ദുപ്പ് നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ പ്രകൃതി ചികിത്സക്ക് പോയിട്ടേ അവിടെ നിന്ന് ഇങ്ങനെ ഡോക്ടർ അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ അത് തന്നെയാണ് ഉപയോഗിച്ചത്. മറ്റേ നമ്മളെ പൊടിയുപ്പ് ഉപയോഗിക്കലില്ല കേട്ടോ. അപ്പോൾ അത് അജ്മോന് ഐസ്ക്രീം, മെറി ക്രീമിൻ്റെ ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയറി മിൽക്ക്, അതൊക്കെ അർഷിത് പറഞ്ഞതായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്, നൂഡിൽസ്. അപ്പോൾ അതും കൊടുന്നിക്കണ്. പിന്നെ അവർക്ക് എപ്പോഴും വേണം. ഇടയ്ക്കിടയ്ക്ക് നൂഡിൽസ് കൊണ്ടുവന്നുണ്ടാക്കും. അത് ഞാനുണ്ടാക്കി കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ, അത് അജ്മോൻ തന്നെ ഉണ്ടാക്കും. അപ്പോൾ അർഷു അറിയുമ്പോൾ ഉണ്ടാക്കണ്ട, കാക്കുണ്ടാക്കിയാലാണ് രസം എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടാളും കൂടെ തന്നെ ഉണ്ടാക്കലാണ്. അസ്ലുവിന് പിന്നെ അത് വലിയ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ KP നമ്പൂതിരീസിൻ്റെ പേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഈ മറ്റേ കോൾഗേറ്റും ക്ലോസപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും മുറി ഉണ്ടാവും കേട്ടോ, പുണ്ണുണ്ടാവും ചുണ്ടുമ്മക്കൂടെയൊക്കെ. അപ്പോൾ അതിപ്പോൾ കുറേ ആയിട്ട് അത് ഒഴിവാക്കിയതിന് ശേഷം പിന്നെ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ, പുണ്ണൊന്നും വരാറില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ പൽപ്പൊടി, KP നമ്പൂതിരീസിൻ്റെ പൽപ്പൊടി, അതേപോലെ ഈ പേസ്റ്റ്, ഇതൊക്കെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ട് വെള്ളത്തിലിട്ടിക്കണം കേട്ടോ രാത്രിക്കേ. പിന്നെ നേരം വെളുത്ത് രാവിലെയാണ് അത് കുക്കറിലൊക്കെ കഴുകി ഇട്ടിക്കണം കേട്ടോ. ഗ്രീൻ പീസൊക്കെ കഴുകി കുക്കറിലിട്ടു. വെള്ളം തിളപ്പിച്ച് നമ്മൾ കുറച്ച് പൊടിയൊക്കെ കുഴച്ച് വെച്ചിക്കണു. പൂരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുഴച്ച് വെച്ചതാണ്. അതവിടെ കുഴച്ച് വെച്ചിട്ട് പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. അപ്പോൾ ഞാൻ ഗ്രീൻ പീസൊക്കെ കുക്കറിൽ നല്ലോണം വേവിച്ചിട്ട് ഓഫാക്കി വെച്ചിക്കണു കേട്ടോ. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അങ്ങോട്ട് ചതച്ചിട്ട് പിന്നെ അത് ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതൊക്കെ ഇട്ടിക്കണം കേട്ടോ. കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിക്കണം. അപ്പോൾ ഇഞ്ചിയും ഒന്ന് നല്ലോണം ചതേണ്ട കേട്ടോ. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തിങ്ങാണ്ട് തന്നെ ഇട്ടിക്കണം കേട്ടോ. അങ്ങനെ ഇടുമ്പോഴാണ് ടേസ്റ്റ്. ഈ പേസ്റ്റ് ആക്കണേക്കാളൊക്കെ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ ഇടുമ്പോഴായിട്ട് എനിക്ക് തോന്നിയിരിക്കണത്. അപ്പോൾ അതങ്ങനെ ഇട്ടിട്ട് അതൊന്നും ഇങ്ങോട്ട് ചെറുതായി ഒന്നങ്ങോട്ട് മൂത്ത് വരുമ്പോൾ ഉള്ളി ഇട്ടെടുത്തിട്ടോ, വലിയ ഉള്ളി. അത് ഞാൻ ഒരു ഉള്ളിയാണ് കേട്ടോ, ഒന്ന് നല്ല വലുപ്പത്തിലുള്ളൊരു വലിയ ഉള്ളിയാണ് എടുത്തിക്കണത് കേട്ടോ. അതങ്ങോട്ട് അരിഞ്ഞിട്ട് അതിട്ട് കൊടുത്തു. ഇനി ഇത് നല്ലോണം വാടിക്കിട്ടണം കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്നങ്ങോട്ട് നിങ്ങളൊക്കെ ഒന്ന് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിക്കൊണ്ടു. നല്ല രസമാണ് കേട്ടോ. ഇറച്ചിക്കറിനേക്കാളും ടേസ്റ്റ് എന്ന് പറയാം, അത്രക്കും ടേസ്റ്റാണ്. ഇതിങ്ങനെ അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് വാടി വരണം കേട്ടോ ഈ ഉള്ളിയൊക്കെ. ഇനി ഒരു തക്കാളി അരിഞ്ഞതും പിന്നെ ഒരു 2 പച്ചമുളകും അരിഞ്ഞതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനി നല്ലോണം നല്ലോണം വാടിക്കിട്ടണം കേട്ടോ. തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞിങ്ങോട്ട് വരണം. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് അതൊന്നും അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ്.
അങ്ങനെ തക്കാളിയൊക്കെ അങ്ങോട്ട് വെന്തുടഞ്ഞിക്കണ്. ഇനിയൊക്കെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ സ്പൂണോളൊക്കെ ഇട്ടിക്കണം കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളകും പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അതിക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒഴിച്ചു കൊടുത്തിക്കാണ്. അപ്പം ഞാൻ അതിൽ കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നു കുക്കറിൽ കേട്ടോ, ഇത് വേവിച്ച്. അപ്പോൾ ഞാൻ ഫുള്ള് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില ഗ്രീൻ പീസ് അങ്ങനെ പെട്ടെന്ന് വേവില്ലല്ലോ, ഇത് നല്ലോണം പെട്ടെന്ന് വേവും ചെയ്തിരിക്കണു. അപ്പോൾ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തത് കുറച്ച് അധികം ഉണ്ട് കേട്ടോ. അധികമല്ല, ഇതിക്ക് വേണ്ട തന്നെയാണ് കേട്ടോ, പാകത്തിന് തന്നെ ഉള്ളൂ. അപ്പം ഞാൻ പിന്നെ അതിക്ക് ഉപ്പൊക്കെ ഇട്ടെടുത്തു. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടിയാണ് ഇട്ടെടുത്തിക്കണത്. അതും കൂടി ഇട്ടെടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ കുക്കറിലുള്ള വെള്ളം കൂടിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ആ കറി അവിടെ ഒന്നങ്ങോട്ട് തിളക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കുകയാണ്. പൂരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് പരത്തലും പൊരിച്ചലും ഒക്കെ ചെയ്തും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അജുമോനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ രാവിലെ പൂരി തിന്നണത്. ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ പിന്നെ വയറിന് സുഖമല്ല, വറിയ എണ്ണയല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് പൂരി ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് ചപ്പാത്തിയും കൂടിയാണ് ഉണ്ടാക്കണത്. ചപ്പാത്തി പരത്തുകയാണ് കേട്ടോ. ഇനി പൂരി ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചപ്പാത്തിക്ക് പരത്തുമ്പോൾ ഉണ്ടല്ലോ, ഈ അരിപ്പൊടി എടുത്തിട്ട് പരത്തിയാൽ നല്ല എളുപ്പമാണ് കേട്ടോ. ഗോതമ്പ് പൊടി ഇട്ട് പരത്തിനേക്കാളും സുഖമായിട്ട് പരത്താൻ പറ്റും അരിപ്പൊടിയാണെങ്കിൽ കേട്ടോ. ഇന്നും മഴൻ്റെ ലക്ഷണം തന്നെയാണ് കേട്ടോ. ചെറിയൊരു ചാറ്റലുണ്ട് ഇപ്പോൾ. അങ്ങനെ പിന്നെ ഞാൻ ചായ കുടിച്ചാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് ചായ കുടിച്ചാൽ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ വെറുതെ പറയണല്ലോ കേട്ടോ, നല്ല രസമാണ് കേട്ടോ ഈ കറി ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ടു, ഇഷ്ടപ്പെടും. ഇറച്ചിക്കറി തോറ്റു പോകും കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കേബേജ് അരിയാൻ വേണ്ടിയിട്ടേ, അപ്പോൾ അത് കുറച്ചധികം നേരം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ പൊളിച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിന് കഴുകിയെടുത്തിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഇന്നലത്തെ രാത്രിക്കത്തെ മീനും ഉണ്ട് കുറച്ച്, അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കും വേണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടുകണമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്.